അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ബലിപെരുന്നാൾ നാളിൻ്റെ രാത്രിയാണ്, പുണ്യരാത്രിയാണ്, അള്ളാഹുവിലേക്ക് അടുക്കുവാൻ പറ്റിയ രാത്രിയാണ്. അള്ളാഹു ധാരാളം സുഹൃതങ്ങൾ ചെയ്ത് അവനിലേക്ക് അടുക്കുവാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ രാത്രി കാര്യമായ ദിക്ർ തക്ബീറാണ്. ചൊല്ലി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഫത്ഹുൽ മുഈൻ 110 പേജ് നോക്കിയാൽ കാണാം. വഫീ ലൈലത്തിഹിമ, രണ്ട് പെരുന്നാൾ. ഏതാ രണ്ട് പെരുന്നാൾ മോനെ? രണ്ട് പെരുന്നാൾ, ഒന്ന് ചെറുത് മറ്റേത് വലുത്. അപ്പൊ ചെറിയ പെരുന്നാളിന്റെയും ബലി പെരുന്നാളിന്റെയും രാത്രികളിൽ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ഏതു മുതൽ? മിൻ ഖുറൂബി ശംസി, പറ ദാ സൂര്യാസ്തമയം മുതൽ, സൂര്യൻ അസ്തമിച്ചത് മുതൽ. സൂര്യ അസ്തമിച്ചപ്പോ അല്ലേ? അല്ലേ? അതെ, അസ്തമിച്ചു അല്ലേ? അതുകൊണ്ടല്ലേ മരുമാതി. അത് മുതൽ ഏതുവരെ? ഇലാ യുഹരിമൽ ഇമാമു. നാളെ നമ്മൾ പള്ളിയിൽ പോകൂലേ? അപ്പൊ ഇമാം എന്താവും? നിസ്കരിക്കാൻ വേണ്ടി അല്ലാഹു അക്ബർ ചൊല്ലൂലേ? അതുവരെ. അതായത് ആ ജമാഅത്തിൽ പങ്കെടുക്കുന്നവർക്കാണ്. അല്ല ഇജ്ജ് വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ പള്ളിക്ക് മുകളിലെ കൂട്ടിക്കോ, എന്നാ എനിക്ക് എൻ്റെ തക്ബീർ വന്നിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ ഇമാമ് തക്ബീർ ചൊല്ലുന്നത് വരെ നമ്മൾ എന്തു വേണം? ചൊല്ലണം, സകല സമയത്തും. എങ്ങനെ? സൗത്തിൻ, ശബ്ദം ഉയർത്തി ചൊല്ലണം. ചൊല്ലി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പക്ഷേ ഉറക്ക ചെല്ലാൻ പെണ്ണുങ്ങൾ ഉറക്ക ചെല്ലണ്ട. ആണും പെണ്ണും സമല്ല, അവർ തുല്യരല്ല. കുറേ വിധികളിൽ ആണും പെണ്ണും വ്യത്യസ്തരാണ്. മനസ്സിലാവുണ്ടോ? അതെന്നെ എവിടുന്നറിയോ? മഹറം അല്ലാത്തവരുടെ സാന്നിധ്യത്തിൽ വെച്ച്. അമ്മാന്റെ വാപ്പ ആങ്ങളാരെ കടയിൽ നിന്നൊക്കെ നമ്മൾ ചെല്ലുമ്പോ പെണ്ണുങ്ങൾക്ക് എന്താവാ? ഉറക്കം ചെല്ലുകൊണ്ട് പ്രശ്നമല്ല. മനസ്സിലേ? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പക്ഷെ നമ്മൾ ഈ തക്ബീർ എന്ത് ചെയ്തു അറിയോ? അത് കുട്ടികളെ ഏൽപ്പിച്ചു. ചില പള്ളികളൊക്കെ മൈക്ക് ഓണായിക്കും, കുട്ടികളെ തൊള്ളിക്കാൻ വെച്ചു മൈക്ക്. എന്നാ പിന്നെ വലിയവർക്ക് തോന്നും ഇതെല്ലാവരും ചൊല്ലണം. വയസ്സായാലും ആണാവട്ടെ പെണ്ണാവട്ടെ എല്ലാ സമയത്തും ചൊല്ലന്നെ. വീടുകളിൽ വെച്ച്, വഴികളിൽ വെച്ച്, പള്ളികളിൽ വെച്ച്, അങ്ങാടിയിൽ വെച്ച്, നടന്നുകൊണ്ട്, കിടന്നുകൊണ്ട്, വാഹനം, എല്ലാ നിലക്കും ചൊല്ലാം. മാഷാ അല്ലാഹ്. അല്ലാഹു തആല ധാരാളം ചൊല്ലാൻ തൗഫീഖ് നൽകണം. പിന്നെ എപ്പോൾ ചൊല്ലണം? വഅഖിബ കുല്ലി സ്വലാത്തിൻ, എല്ലാ നിസ്കാരത്തിനും ബാക്കിൽ. നിസ്കാരം ഉടൻ സലാം വിട്ടിയ ഉടൻ, അത് ഫർളാവട്ടെ സുന്നത്താവട്ടെ പോലെ ജനാസ, എന്താ മയ്യിത്ത് നിസ്കാരത്തിന്റെ പിറകിലും ഇത് സുന്നത്തുണ്ട്. ഇത് ബാക്കോട്ട് നോക്കണേ. ഇത് പഠിച്ചിട്ടുണ്ടാവില്ല, ഞാൻ വായിക്കണ പത്രമീനാ. എന്നാ നിസ്കാരത്തിന്റെ പിറകിൽ ചൊല്ലേണ്ട ദിക്ർ സമയം മുതലാ? മിൻ സുബ്ഹി അറഫ, അറഫാന്റെ സുബഹി. അപ്പൊ ഇന്ന് സുബഹി, ഇന്ന് അറഫ ദുൽഹിജ്ജ 9 അല്ലേ? അപ്പൊ ദുൽഹിജ്ജ 9ന്റെ സുബ്ഹി മുതൽ ഏതുവരെ? ഇലാ അസ്രി ആഖിരി അയ്യാമി തശ്രീഖ്. ഏതാണ്?
10 പെരുന്നാളല്ലേ, 11, 12, 13, 3 നാളുകൾ. അതിന്റെ അസറിന്റെ അസറ് വരെ അല്ലേ? ആ അസറോട് കൂടെ തക്ബീർ പരിസമാപ്തി കുറിക്കും. പിന്നെ പ്രശ്നമുണ്ടോ? 10 ദിനങ്ങളിൽ ആട് മാട് ഒട്ടതിന് കാണുമ്പോൾ ഉദയത്തിനെ പറ്റി മൃഗങ്ങളെ കാണുമ്പോൾ അല്ലാഹു അക്ബർ പറയാനില്ല, അല്ലാഹു അക്ബർ. പിന്നെ അല്ലെങ്കിൽ ശബ്ദം കേൾക്കുമ്പോൾ, പോത്താളെ ഒച്ച വെക്കുമ്പോൾ, ആടിന്റെ ഒച്ച വെക്കുമ്പോൾ അല്ലാഹു അക്ബർ. ഇങ്ങനെയൊക്കെ നമ്മക്കുള്ളതാണ്. അപ്പോൾ ഇപ്പൊ നമ്മൾ എന്ത് വേണം? തക്ബീർ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ചൊല്ലു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. നിന്നിലേക്ക് അടുക്കാൻ ധാരാളം സുഹൃത്തുക്കൾ ചെയ്തു നിന്നിലേക്ക് അടുക്കുവാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ റഹ്മാനേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ശരി.